ഹലോ ഗേസ്, ഇന്ന് ഞങ്ങൾ പത്തനാപുരം വരെ ഒന്ന് പോയതായിരുന്നു. അപ്പോൾ സൈക്കിളൊന്ന് കയറി. സൈക്ക എൻ്റെ ഫേവറേറ്റ് കടയാണ്. എൻ്റെ ഒപ്പം കൂടെ നിൽക്കുന്നത് എൻ്റെ കസിൻസാണ്, നാനി ചേച്ചിയും ആദിയും. അപ്പുറത്തെ അമ്മയും ചേച്ചീൻ്റെ അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ സൈക്കിൾ ചേട്ടൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഏതൊക്കെയുള്ളത്. അപ്പോൾ ചേട്ടൻ നേരെ പോയി മെനു എടുത്ത് കയ്യിൽ അങ്ങോട്ട് വന്നു. പിന്നെ എൻ്റെയും ചേച്ചിയുടെയും പ്ലാനിങ് ആണ് ഇത്, എന്താ ഓർഡർ ചെയ്യേണ്ടതെന്നുള്ള. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തതൊക്കെ വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ട്രോബെറി ഭയങ്കര ഇഷ്ടം. ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നില്ല. അപ്പം ഞാൻ നോക്കുകയാണ്. ഞാൻ ചേച്ചി സ്ട്രോബെറിയുടെ ഷേക്കാണ് ഓർഡർ ചെയ്തത്. ആദ്യം പിന്നെ ഐസ്ക്രീം മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെതാ എൻ്റെ സാധനവും വന്നു. ഞാൻ ഓർഡർ ചെയ്തത് ബർഗറായിരുന്നേ, ഒരു ചിക്കൻ ബർഗർ. ഹൈവ, ഇവിടുത്തെ ബർഗർ ഒരു രക്ഷയില്ല. അമ്മമാർക്കൊക്കെ ലൈം മതി എന്ന് പറഞ്ഞു. ഇവിടുത്തെ ബർഗറിൻ്റെ ഒക്കെ ഒരു ബൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത്രയ്ക്കും ടേസ്റ്റാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് തീർക്കാൻ കുറച്ചധികം സമയമെടുത്തു. ഞാൻ ചേച്ചിക്ക് അത്രയും ക്വാണ്ടിറ്റി കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാനും കൂടെ കഴിച്ചിട്ടാണ് തീർന്നത്. സൈക്കയിൽ ഷേക്സും ബർഗേഴ്സും മാത്രമല്ല കേട്ടോ, അവിടെ ഒരുപാട് ബേക്കറീസും ഒക്കെ. ഐസ്ക്രീം വാങ്ങിച്ച ആദ്യം അതൊരു ജ്യൂസാക്കിയിട്ടാണ് കഴിക്കുന്നത്. ആ ഐസ്ക്രീം എല്ലാം കുറച്ചൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം കഴിച്ച് കഴിയാനായപ്പോഴാണ് അമ്മയുടെ ലൈം വന്നത്. അമ്മ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു പറഞ്ഞത്. അമ്മയുടെ അടുത്തിരിക്കുന്നതാണ് എൻ്റെ ചേച്ചീൻ്റെ അമ്മ. അവസാനം അവരുടെ ലൈം എത്തി. ചേച്ചീനെ ഒന്ന് സഹായിച്ചതാ. അവിടെ ഒരു ഐസും കട്ട കണ്ട് അത് വായിലിട്ടതായിരുന്നു. ഓ, തണുത്തുകൊണ്ട് നിൽക്കാൻ വയ്യായിരുന്നു. തണുത്ത് പല്ലൊക്കെ പൊളിച്ച്. അമ്മയൊക്കെ ലൈമ് കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഇത് അവിടുന്ന് വാങ്ങിച്ചൊരു ക്യാൻഡിയാണേ. ബില്ല് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു മിഠായി വേണം. ഇന്നൊരു വെറൈറ്റി മിഠായിയാണ് വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടന്നു. ചേച്ചീൻ്റെ അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ ടാബ്ലറ്റും വാങ്ങാനുണ്ടായിരുന്നു. അവിടെ അടുത്താണ് അൽനാസ് ഹോസ്പിറ്റൽ. അവിടെ നിന്നാണ് ഞങ്ങൾ ടാബ്ലറ്റ് വാങ്ങിച്ചത്. അത് വാങ്ങിക്കാൻ പോയപ്പോൾ അതിൻ്റെ മുന്നിലതാ വേറൊരു ചെറിയ കട. പിന്നെ ഞാൻ ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തേനിലാവും വാങ്ങിച്ച് വീട്ടിലേക്ക്